പെൺകുട്ടി മഴയത്ത് വീട്ടിലേക്ക് ഓടി വരുമായിരുന്നു. എന്നാൽ അവളുടെ ധനികനായ ഭർത്താവട്ടെ ജോലിക്കാരെ കൊണ്ട് കതകടപ്പിക്കുന്നു. വീട്ടിനകത്തേക്ക് തന്നെ പ്രവേശിപ്പിക്കാൻ അവൾ ഒരുപാട് തവണ അയാളോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അയാൾ ആവട്ടെ ജോലിക്കാരോട് തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. അവൾ വീണ്ടും അയാളോട് അഭ്യർത്ഥിക്കുന്നത് കേട്ടിട്ട് അസിസ്റ്റന്റ് ആവട്ടെ അയാളുടെ വീൽ ചെയർ ഒന്നും കൂടി നിർത്തുന്നു. എന്നാൽ അയാൾ തണുത്ത മട്ടിൽ തന്നെ അസിസ്റ്റന്റിനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഈ സമയം പെൺകുട്ടിക്ക് ബോധക്ഷയം അനുഭവപ്പെട്ട് അവൾ താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് അവളുടെ ഭർത്താവട്ടെ പരിഭ്രാന്തിയിൽ വീൽ ചെയർ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാൻ അസിസ്റ്റന്റിനോട് പറയുന്നു. ഭർത്താവ് വളരെ പരിഭ്രാന്തിയോടെ തൻ്റെ അടുത്തേക്ക് വരുന്നത് അവൾ കാണുന്നുണ്ട്. യുവാവ് ഇങ്ങനെ ചെയ്തതിനൊരു കാരണമുണ്ടായിരുന്നു. അയാൾക്ക് പെൺകുട്ടിയെ വളരെ ഇഷ്ടമായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അയാൾക്ക് അവളോട് പ്രണയം തോന്നിയിരുന്നു. പക്ഷേ ഇരു കാലുകളും തളർന്നുപോയ അയാളെ പെൺകുട്ടിക്ക് വെറുപ്പായിരിക്കുമെന്ന് അയാൾ കരുതുന്നു. അയാൾ പെൺകുട്ടിയെ പരീക്ഷിക്കാനായി കട്ടിലിനടുത്തുള്ള ടേബിളിൽ ഒരു കത്തിയും ഒരു ചെക്കും വെക്കുന്നു. ഇത് കണ്ട പെൺകുട്ടി ആശയക്കുഴപ്പത്തിൽ ഇതെന്തിനാണെന്ന് അവനോട് ചോദിക്കുന്നു. അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന യുവാവട്ടെ ഈ സമയം പറയുന്നുണ്ട്, ഒന്നെങ്കിൽ നിനക്ക് ആ ചെക്ക് എടുത്ത് ആവശ്യമുള്ള പൈസയുമായി ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ ആ കത്തി എടുത്ത് തന്നെ കൊന്നേക്കാൻ പറയുന്നു. പെൺകുട്ടി ഒരു മടിയും കൂടാതെ ആ ചെക്ക് എടുക്കുന്നു. അവൾ ഒരു മടിയും കൂടാതെ അവന്റെ എല്ലാ ആസ്തിയും വേണമെന്ന് പറയുന്നു. യുവാവട്ടെ അവളെ എതിർത്തില്ല. അവളുടെ ആഗ്രഹം സമ്മതിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട് പെൺകുട്ടിക്ക് അവന് തന്നോടുള്ള പ്രണയം മനസ്സിലാവുകയും ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ നെറുകയിൽ കിസ് ചെയ്തതിനു ശേഷം അവനെ ഒരിക്കലും തനിച്ചാക്കില്ല എന്നും തന്റെ ജീവിതാവസാനം വരെ അവന്റെ കൂടെ കാണുമെന്നും പറയുന്നു.